മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ കാലാവധി സംബന്ധിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾ കാലങ്ങളായി ഉയർത്തുന്ന പരാതി പരിഹരിക്കാനുള്ള സജീവമായ ഇടപെടലിൽ കേന്ദ്ര സർക്കാർ. നിലവിൽ വിപണിയിലുള്ള മിക്ക പ്രീപെയ്ഡ് പ്ലാനുകളും 28 ദിവസത്തെ കാലാവധിയിലാണ് വരുന്നത്. ഇതുകാരണം ഒരു കലണ്ടർ വർഷത്തിൽ ഉപഭോക്താക്കൾക്ക് 13 തവണ റീചാർജ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന 30 ദിവസത്തെ പ്ലാനുകൾ കൂടുതൽ ജനകീയമാക്കണമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കമ്പനികളും നിർബന്ധമായും അവരുടെ പ്ലാനുകളിൽ 30 ദിവസത്തെ ഒരു ഓപ്ഷനെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കി. നിലവിൽ കമ്പനികൾ 30 ദിവസത്തെ പ്ലാനുകൾ വിപണിയിൽ എത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം ദീർഘകാല പ്ലാനുകളെ കുറിച്ച് ഉപഭോക്താക്കൾക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്പനികളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതികൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ 30 ദിവസത്തെ പ്ലാനുകൾ കൂടുതൽ പ്രചരിപ്പിക്കണമെന്ന് മന്ത്രാലയം കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. പാർലമെന്റിൽ ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. 28 ദിവസത്തെ പ്ലാൻ എന്നത് കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് അധിക പണം ഈടാക്കാൻ കണ്ടെത്തിയ മാർഗമാണെന്നും ഇത് നിർത്തലാക്കി 30 ദിവസത്തെ പ്ലാനുകൾ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഒരു വർഷം 365 ദിവസമുള്ളപ്പോൾ 28 ദിവസത്തെ റീചാർജ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് 336 ദിവസത്തെ സേവനം മാത്രമാണ്. ബാക്കിയുള്ള 29 ദിവസങ്ങൾക്കായി ഉപഭോക്താക്കൾ ഒരു മാസത്തെ അധിക തുക കൂടി ചെലവാക്കേണ്ടി വരുന്നു. ഈ അധിക സാമ്പത്തിക ഭാരം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാലാവധി കഴിഞ്ഞ ഉടൻ തന്നെ ഇൻകമിംഗ് സേവനങ്ങൾ നിർത്തലാക്കുന്ന കമ്പനികളുടെ നടപടിയും ഇപ്പോൾ സർക്കാർ ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ടെലികോം വകുപ്പ് ഇത് സംബന്ധിച്ച വിശദമായ അഭിപ്രായങ്ങൾ റെഗുലേറ്ററിൽ നിന്ന് തേടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മൊബൈൽ റീചാർജ് രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിലുള്ള പ്ലാനുകളുടെ കാലാവധി പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ഇൻകമിംഗ് സേവനങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ട്രായ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. 30 ദിവസത്തെ പ്ലാനുകൾ നിർബന്ധമാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് വർഷത്തിൽ ലാഭിക്കാൻ കഴിയുന്ന തുക വളരെ വലുതാണ്. കമ്പനികളുടെ ലാഭത്തെക്കാൾ ഉപരിയായി സാധാരണക്കാരുടെ പോക്കറ്റ് ചോരാതിരിക്കാനാണ് മന്ത്രാലയം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്.